ഷബാനു കേസ് ഒരു നിയമകഥ മാത്രമല്ല, ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ആത്മാവിന്റെ തിരിച്ചറിവ് കൂടിയാണ്. ഒരു വിവാഹമോചനം, ഒരു സ്ത്രീയുടെ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, അതിൽ കുലുങ്ങിയ ഇന്ത്യൻ ഭരണഘടന. 1985 62ാമത്തെ വയസ്സിൽ ഷബാനു ചോദിച്ച ലളിതമായ ചോദ്യം: വിവാഹമോചിതയായ സ്ത്രീക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? ഈ ചോദ്യം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന് മുന്നിലേക്കും മതനിയമങ്ങളിലേക്കും യൂണിഫോം സിവിൽ കോഡ് എന്ന ചൂടേറിയ വിഷയത്തിലേക്കും എത്തിക്കുന്നു. നീതിപീഠത്തിൽ ജയിച്ചൊരു സ്ത്രീ, പക്ഷേ രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട നീതി, അതാണ് ഷബാനു കേസ്. മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷബാനു ബീഗം ആൻഡ് അതേഴ്സ് എന്ന് നിയമപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയ കേസ് രാജ്യത്തെ മുസ്ലിം വനിതകളുടെ അവകാശങ്ങളെ മാറ്റി എഴുതിയ ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന വിധിയായിരുന്നു. ഇൻഡോറിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും തുടങ്ങിയ ആ യാത്ര അവസാനിക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന് മുന്നിലാണ്. 1932 തന്റെ 19ാമത്തെ വയസ്സിൽ അഭിഭാഷകനായ അഹമ്മദ് ഖാനെ വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങിയ ഷബാനു അയാളുടെ 5 കുട്ടികളുടെ അമ്മയുമാകുന്നു. കുടുംബജീവിതത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകി മുന്നോട്ടു പോയ ഷബാനുവിന് വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. 1946 അഹമ്മദ് ഖാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നു. അതോടുകൂടി തന്റെ ദാമ്പത്യം അവസാനിച്ചുവെന്ന് ഷബാനു മനസ്സിലാക്കുന്നു. 1975 ഷബാനുവിനെയും തന്റെ 5 കുട്ടികളെയും നിർദാക്ഷിണ്യം അഹമ്മദ് ഖാൻ പുറത്താക്കുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം 1978 തനിക്ക് ജീവനാംശം വേണമെന്ന് പറഞ്ഞ് ഇൻഡോർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഷബാനു എത്തുന്നു. ഉടനെ തന്നെ മുത്തലാഖ് ചൊല്ലി ഏകപക്ഷീയമായി അഹമ്മദ് ഖാൻ ആ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നു. മുസ്ലിം വ്യക്തിനിയമം അനുസരിച്ച് മൊഴി ചൊല്ലിയ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കേണ്ടതില്ല എന്ന് അഹമ്മദ് ഖാൻ വാദിച്ചു. പക്ഷേ CRPC സെക്ഷൻ 125 വകുപ്പ് പ്രകാരം 20 രൂപ ജീവനാംശമായി നൽകാൻ ഇൻഡോർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുന്നു. ഇതിൽ പുനഃപരിശോധനാ ഹർജിയുമായി ഷബാനു ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. അവിടെ 179 രൂപ 50 പൈസ ജീവനാംശമായി കൊടുക്കാൻ അഹമ്മദ് ഖാനോട് ഹൈക്കോടതി ഉത്തരവിടുന്നു. കഥ അവിടെ അവസാനിക്കുകയായിരുന്നില്ല, കഥ അവിടെ തുടങ്ങുകയായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഷബാനുവിന്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ അഹമ്മദ് ഖാൻ തയ്യാറാകുന്നില്ല. കേസ് അങ്ങനെ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇതിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, ജമാഅത്തെ ഉലമയെ ഹിന്ദ് അടക്കമുള്ള സംഘടനകളും മുസ്ലിം പണ്ഡിതന്മാരും കക്ഷി ചേരുന്നു. മുസ്ലിങ്ങളുടെ വ്യക്തി നിയമത്തിൽ ശരീഅത്ത് നിയമമല്ലാതെ മറ്റു സിവിൽ നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല എന്ന് അഹമ്മദ് ഖാൻ വാദിക്കുന്നു. സെക്ഷൻ 125 മുസ്ലിങ്ങൾക്ക് ബാധകമാണോ എന്നും എല്ലാ മതവിഭാഗങ്ങൾക്കും പൊതുവായ സിവിൽ നിയമം വേണോ എന്നും സുപ്രീം കോടതി പരിശോധിക്കുന്നു. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തലാഖ് ചൊല്ലിയ ഭാര്യയ്ക്ക് ഇദ്ദ കാലയളവായ 3 മാസം മാത്രം ജീവനാംശം കൊടുത്താൽ മതിയെന്നും അതിനുശേഷം അവരുടെ കുടുംബമാണ് നോക്കേണ്ടതെന്നും വാദിക്കുന്നു. ചീഫ് ജസ്റ്റിസ് YD ചന്ദ്രചൂഡ് അടക്കമുള്ള ബെഞ്ച് ഖുറാനും ഹദീസ് അടക്കമുള്ള മതഗ്രന്ഥങ്ങൾ മനസ്സിലാക്കി വിധി പ്രസ്താവിക്കുന്നു. അത് ഇപ്രകാരമായിരുന്നു: സ്വന്തമായി വരുമാനമില്ലാത്ത സ്ത്രീക്ക് പുനർവിവാഹം കഴിക്കുന്നത് വരെ ജീവനാംശം നൽകണമെന്ന് ഖുറാൻ ഉദ്ധരിച്ച് തന്നെ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സുപ്രീം കോടതി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ വിധി മുസ്ലിം മതപൗരോഹിത്യത്തിന് മേൽ വൻ അടിയായി മാറുന്നു. യൂണിഫോം സിവിൽ കോഡ് എന്ന പരാമർശം മുസ്ലിം ജനതയ്ക്ക് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നു. ഈ ഒരു ആശങ്ക മുസ്ലിം മതമൗലികവാദികൾ വലിയ രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. ഈ വിധി ഹിന്ദു ഇന്ത്യയിലെ മുസ്ലിം മരണ വാറന്റ് എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. കേരളത്തിൽ നിന്നുള്ള MP GM ബനാത്വാല വിധിയെ അനുകൂലിച്ച് പ്രൈവറ്റ് മെമ്പർ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അന്ന് കോൺഗ്രസ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കേരളത്തിന്റെ മുൻ ഗവർണർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ സുപ്രീം കോടതി വിധിയെ അനുകൂലിച്ച് സഭയിൽ പ്രസംഗങ്ങൾ നടത്തുന്നു. കേരള രാഷ്ട്രീയത്തിൽ പോലും ദൂരവ്യാപകമായ ഫലം ഈ ഒരു വിധി നൽകുന്നുണ്ട്. കേരള CPM ഈ വിധിയെ അനുകൂലിച്ചു.
EMS, നയനാര്, ഗൗരിയമ്മ അടക്കമുള്ളവർ ഈ ഒരു വിധിയെ അനുകൂലിച്ച് പ്രസ്താവനകൾ ഇറക്കി. അപ്പോഴും കേരള ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിരുന്നില്ല. അത് തന്നെയാണ് കോൺഗ്രസിന്റെ പതനത്തിലേക്ക് എത്തിയത് എന്ന് പിൽക്കാല രാഷ്ട്രീയം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 1985 ഡിസംബറിൽ നടന്ന അസം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം അറിയുന്നു. മുസ്ലിം വ്യക്തി നിയമം മാത്രം ഉയർത്തിക്കാട്ടി മുസ്ലിം നേതാക്കൾ 77,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് നേതാക്കളെ തോൽപ്പിച്ചത്. മുസ്ലിം വോട്ടുകൾ അടരുന്നു എന്ന് മനസ്സിലാക്കിയ രാജീവ് ഗാന്ധി മുസ്ലിം പ്രീണനത്തിന് തയ്യാറാകുന്നു. വിധി മറികടക്കാൻ 1986 മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഡിവോഴ്സ് ബില്ല് കൊണ്ടുവരുന്നു. അത് വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധി ഗവൺമെന്റിന് നിയമമാക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബനാത് വാലേനെയും ആരിഫ് മുഹമ്മദ് ഖാനെയും പരസ്യമായി തള്ളിപ്പറയുന്ന രീതിയിലേക്ക് ആ നിയമം മാറി. അതിനെ തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു. പിന്നീട് BJP പാളയത്തിൽ പോയി 2019 കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറി എന്നതും ശ്രദ്ധേയമാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ EMSഉം നയനാരും ഗൗരിയമ്മയും ഒക്കെ തന്നെ യാഥാസ്ഥിതിക ലീഗിന്റെ ഇരകളായിട്ട് മാറുന്നുണ്ട്. ഒന്നും കെട്ടും രണ്ടും കെട്ടും EMSന്റെ ഓളം കെട്ടും എന്ന നിന്ദ്യമായ മുദ്രാവാക്യം കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്നു. അതിനിടയ്ക്ക് 1986 ഫെബ്രുവരി 1 ബാബറിയിലെ തർക്കഭൂമിയിൽ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ തുറന്നുകൊടുക്കാൻ ഫൈസാബാദ് സെഷൻ കോർട്ട് ഉത്തരവിടുന്നു. 1989 തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ബൊഫേഴ്സ് അടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന രാജീവ് ഗാന്ധിക്ക് ഇതെല്ലാം വെളുപ്പിക്കാനും അതേപോലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും ഹിന്ദു പ്രീണനം എന്ന നിലയ്ക്ക് വിശ്വ ഹിന്ദു പരിഷത്തിനോട് അയോധ്യയിൽ ശിലാന്യാസം ചെയ്യാനായിട്ട് അനുവാദം നൽകുന്നു. പക്ഷേ ഈ തന്ത്രങ്ങളൊന്നും രാജീവ് ഗാന്ധിക്ക് അനുകൂലമാകുന്നില്ല. കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഉദയമായിരുന്നു. BJP ദേശീയ അധ്യക്ഷനായി LK അദ്വാനി വരുന്നതോടുകൂടി ഹിന്ദുത്വ ആശയങ്ങൾ RSS വലിയ രീതിയിൽ ഉയർത്തിപ്പിടിച്ചു. ബാബറി മസ്ജിദ് ഭൂമി രാമജന്മഭൂമിയാണെന്നും അവിടെ രാമക്ഷേത്രം പണിയുന്നതിനായി വിട്ടു നൽകണമെന്നും BJP ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിയ BJP 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 88 സീറ്റുകളാണ് നേടുന്നത്. BJP വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആക്കം നൽകിയത് ഷബാനു വിധി തന്നെയായിരുന്നു. ഷബാനു കേസിൽ നീതിപീഠം സ്ത്രീക്കൊപ്പം നിന്നു, പക്ഷേ രാഷ്ട്രീയം മതത്തോടൊപ്പം നിന്നു. 1985 ഈ സുപ്രീം കോടതി വിധി വെറും നിയമവിവാദമായി ഒതുങ്ങിയില്ല. ഇന്ത്യയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ തന്നെ തുറന്നു കാട്ടിയ ഒരു വഴിത്തിരിവായിരുന്നു. BJPയുടെ അധികാരത്തിലേക്കുള്ള യാത്രയെ മനസ്സിലാക്കണമെങ്കിൽ ഈ കേസ് അവഗണിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഷബാനു കേസ് ഒരു നിയമകഥ മാത്രമല്ല, ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ആത്മാവിന്റെ തിരിച്ചറിവ് കൂടിയാണ്.